നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഓണ സെലിബ്രേഷൻ നടക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാവോ? അത് അറിയത്തില്ലാത്തവർക്കും അറിയാവുന്നവർക്കും വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കേരളത്തിന്റെ തലസ്ഥാനമായ അങ്ങ് തിരുവനന്തപുരത്താണ് ഏറ്റവും വലിയ ഓണാഘോഷം നടക്കുന്നത്. അവിടുത്തെ കാഴ്ചകളും മറ്റു വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ വർഷത്തെ നമ്മുടെ ഓണാഘോഷം 2025 സെപ്റ്റംബർ 3 മുതൽ 9 വരെ കനകക്കുന്നിലും മറ്റു വിവിധ ഇടങ്ങളിലായിട്ട് നടത്തപ്പെടുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു 6 മണിയോടെയാണ് കനകക്കുന്നിൽ എത്തിയത്. ഇവിടുത്തെ പകലത്തെ കുറച്ച് വിഷ്വൽസും നൈറ്റത്തെ ആംബിയൻസുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കയറി വരുന്ന വഴിക്ക് തന്നെ ഇതുപോലെ ഒരു എൻട്രൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ വന്നത് ഫസ്റ്റ് ദിവസമായിട്ട് തന്നെ ഇന്നിവിടുത്തെ ഇനാഗുറേഷൻ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ഇനാഗുറേഷൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുകൂടാതെ സെലിബ്രിറ്റീസായ ബേസിൽ ജോസഫും ജയന്തിയും ഈയൊരു ഓണാഘോഷത്തിന്റെ ഇനാഗുറേഷൻ സെറമണിയിൽ ഉണ്ടായിരുന്നത്. നമ്മൾ കയറി വരുന്ന വഴിക്ക് ഇതുപോലൊരു എൻട്രൻസ് ആണ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. എൻട്രൻസിന്റെ ലെഫ്റ്റ് സൈഡിലൂടെയും റൈറ്റ് സൈഡിലൂടെയും നമ്മളെ കയറ്റി വിടുന്നതല്ല, ഇതുവഴി തന്നെ നമ്മുടെ ഫുൾ ബോഡി ചെക്ക് ചെയ്താണ് അവര് കനകക്കുന്നിനകത്തോട്ട് നമ്മളെ കയറ്റി വിടുന്നത്. കയറി വരുമ്പോൾ ആദ്യം കാണാൻ പറ്റുന്ന കാഴ്ചയാണ് നമസ്കാരം നമസ്കാരം. അതിൻ്റെ അടുത്തിന് ഒരു ആമ്പൽക്കുളം ഒക്കെ കാണാൻ പറ്റും. ഈ ആമ്പൽ ഒറിജിനൽ അല്ല കേട്ടോ, രാത്രി ആവാത്തതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെയൊക്കെ ആ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇച്ചിരി ഇരുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കും ഇവിടെ. ഈ വർഷം ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകൾ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് ഓണ സെലിബ്രേഷൻ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെയും കൂടി ഈ വർഷം അവർ നിർത്തിയിട്ടുണ്ട് ആ ഒരു വിടവ്. പിന്നെ ഏകദേശം 33ഓളം സ്റ്റേജുകളായിട്ടാണ് ഇവിടുത്തെ ഈ ഓണാഘോഷ പരിപാടിയൊക്കെ നടക്കുന്നത്. അത് എവിടേക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ അറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ PDF നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ്. അതെടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തെ മറ്റു പേജുകൾസും ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. പിന്നെ അവിടെ ഇവിടങ്ങളിലായിട്ട് ഒരുപാട് ഊഞ്ഞാല് കെട്ടിയിട്ടുണ്ട്. അത് ഓണം ആയിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഊഞ്ഞാല് അത് നിർബന്ധമാണല്ലോ. ഒരുപാട് സ്ഥലങ്ങളിൽ അവർ ഊഞ്ഞാല് കെട്ടി നമുക്ക് ഊഞ്ഞാലാടാൻ വേണ്ടി ഒരു അവസരമൊക്കെ, ഒരു നൊസ്റ്റാൾജിയ അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇനാഗുറേഷൻ നടക്കുന്ന സ്റ്റേജിലോട്ട് പോവാം. ഇനാഗുറേഷൻ നടക്കുന്നത് നമ്മുടെ കനകക്കുന്നിലെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ്. മെയിൻ ഗസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ ജയന്തിയും ബേസിൽ ജോസഫുമാണ്. പിന്നെ കൂടാതെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ദിവസമായതുകൊണ്ട് വലിയ തിരക്കില്ല കേട്ടോ. ഇനി മുന്നോട്ട് ഹോളിഡേ ആയതുകൊണ്ട് നല്ല തിരക്കൊക്കെ അനുഭവപ്പെടും. കഴിവതും വൈകുന്നേരം ആയിരിക്കും ഇവിടെ വരുന്നത് ഏറ്റവും അടിപൊളി. എന്നാലേ നമുക്ക് ഇവിടുത്തെ ലൈറ്റ് ആംബിയൻസ് കാണാൻ പറ്റുള്ളൂ. പകല് വന്നു കഴിഞ്ഞാൽ അതൊന്നും കാണാൻ പറ്റുന്നതല്ല. ഇനാഗുറേഷൻ സ്റ്റേജിൽ നേരെ പുറത്തോട്ട് ഇറങ്ങിയപ്പം ആദ്യം കണ്ടൊരു കാഴ്ച ഇതായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരുപാട് വെറൈറ്റി കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു. ഒരുപാട് അടിപൊളി ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ആണ് ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് നൊസ്റ്റാൾജിയ ഫീൽ തരുന്ന കുറച്ച് ഐറ്റംസും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരുപാട് ഷോപ്പുകളൊന്നുമില്ല, കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇവിടെ വന്നതിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയൊരു ഐറ്റം ഇതാണ്. ഈ കഥകളിയുടെ ഒരു രൂപമുള്ള ഈ ഒരു സാധനമാണ്. അതൊരു ഫോട്ടോ സ്പോട്ടാണ്. ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നൈറ്റ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ വിഷ്വൽ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആവാത്തത്. ഇതിൻ്റെ ഇവിടെ വെട്ടം കുറവാണ്. അതുകൂടാതെ തന്നെ ഒരുപാട് ഫോട്ടോ സ്പോട്ട് വേറെയും ഉണ്ട്. അത് നിങ്ങൾക്ക് വരുമ്പോൾ കാണാൻ പറ്റും. ഒരുപാടുണ്ട്. ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി ഏറ്റവും വലിയ ഹൈലൈറ്റ് സാധനം ഇതാണ്. ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റിയിട്ടില്ല, പക്ഷേ കയറിക്കഴിഞ്ഞാൽ അടിപൊളി ഒരു നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ കിട്ടുന്നത്. അതിനി നിങ്ങൾ മുന്നോട്ട് വരുന്നവർ ഉറപ്പായിട്ടും ഇത് കയറി നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. എല്ലാ കാഴ്ചകളും കണ്ട് നടന്നു വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച ഞാൻ കണ്ടത്. ഞാൻ നോക്കിയപ്പോൾ എന്നെ മരത്തിൽ നിന്ന് ആരോ നോക്കുന്നത് പോലെ. കൊള്ളാം, നല്ല രസമുണ്ട്. ഇതിൻ്റെ കണ്ണിൻ്റെ കളർ മാറും. നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ മരത്തിൽ നിന്ന് മരം നമ്മളെ നോക്കുന്ന പോലത്തെ ഒരു ഫീല്. അങ്ങനത്തെ ഒരു അടിപൊളി ഒരു സംഭവമായിരുന്നു. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഈ കാണുന്ന വീട് ശരിക്കും ഇതൊരു മന പോലെയുണ്ട്. ഇത് ശരിക്കും സെറ്റ് ഇട്ടതാണ്. നല്ല രസമുണ്ട്. കനകക്കുന്നിലെ കാഴ്ചകൾ ഏകദേശം ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കനകക്കുന്ന് റോഡിലോട്ട് ഇറങ്ങി കവടിയാർ സൈഡ് നമ്മുടെ നിയമസഭാ മന്ദിരം അങ്ങനെയുള്ള ആ ഏരിയയിലെ ലൈറ്റ് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കിന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ കനകക്കുന്നിലെ കാഴ്ചകളൊക്കെ നമ്മൾ അവസാനിപ്പിച്ച് മെയിൻ റോഡിലോട്ട് ഇറങ്ങി. ഇനി നമ്മൾ നേരെ വണ്ടി കിടക്കുന്നിടത്ത് പോയി വണ്ടി എടുത്തുകൊണ്ട് വന്ന് വണ്ടി എടുക്കാൻ പോകുന്ന വഴിക്ക് ഞാൻ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. ഇപ്പോൾ ആരും ഉപയോഗിക്കാത്ത ഒരു സാധനമാണിത്. ഇതിൻ്റെ പേര് എനിക്കറിയാം. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ഇടുക. എത്ര പേർക്ക് ഇതറിയാം, ഇതിൻ്റെ നൊസ്റ്റാൾജിയ ഫീല് എത്ര പേർക്കുണ്ട് എന്ന് നമുക്ക് ആ കമൻറ്റ് ബോക്സിൽ നോക്കുമ്പോൾ മനസ്സിലാവും. ഇനി നമ്മൾ പോകുന്നത് വെള്ളയമ്പലത്ത് നിന്നും കവടിയാർ സൈഡിലേക്കാണ്. അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും അവിടുത്തെ മറ്റ് കാഴ്ചകളും നമുക്കൊന്ന് കണ്ടിട്ട് വരാം.
നമുക്ക് നിയമസഭ ആ ഏരിയയിലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും അവിടുത്തെ കാഴ്ചകളും ഒന്ന് കണ്ടിട്ട് വരാം. ഇനി നമ്മൾ നേരെ പോകുന്നത് മ്യൂസിയം സൈഡ്, മ്യൂസിയം, കനകക്കുന്ന്, വെള്ളയമ്പലം, അങ്ങനെ പോയി നമുക്ക് അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ പിന്നെ ഈ വർഷത്തെ തിരുവനന്തപുരത്തെ ഓണാഘോഷത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ സമാപനം 9-ാം തീയതി ഭയങ്കര പരിപാടിയാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് മാക്സിമം നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കും.